ഇപ്പൊ ഏത് സിനിമ ചെയ്യണേ? ഇപ്പൊ ഞാൻ ചെയ്യുന്നത് റിംഗ് മാസ്റ്ററിന്റെ വിജയാഘോഷത്തിലാണ്. അത് ശരി. അത് കഴിഞ്ഞിട്ട് സിനിമയും ചെയ്തില്ലേ? എവിടെ ദിലീപേട്ടൻ ഇപ്പൊ 2-3 പടം ചെയ്യാൻ പോകും. ഞാനിപ്പോ അവതാരം എന്ന് പറഞ്ഞ സിനിമ മാത്രമേ ചെയ്യൂ. ഞാനിപ്പോഴും വിജയാഘോഷത്തിൽ തന്നെ നിൽക്കുക. ശരി. ആ സന്തോഷം, അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത് ആ സിനിമ വലിയ വിജയമാക്കി തന്ന പ്രേക്ഷകരോട് ഈ സമയത്ത് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എന്നോട് നന്ദി രേഖപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത് നീ തന്നെയല്ലേ. അയ്യോ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടികൾ കടിക്കാതൊക്കെ രക്ഷപ്പെട്ട് മാറി നടക്കുക. നമ്മളെപ്പോഴും പറയാം, അതിൻ്റെ മുമ്പിൽ ചെന്ന് വലിയ പട്ടിയുടെ മുമ്പിലൊന്നും ചെന്ന് പെടരെന്ന് പറഞ്ഞിട്ട്, കാരണം അവർ കടഞ്ഞ് ഒരു കടിക്കുള്ളായിട്ട്. അപ്പം അത് കഴിഞ്ഞ് പക്ഷേ ഇവന് സിനിമ ചെയ്യേണ്ട കാര്യമില്ല. എപ്പോൾ നോക്കിയാലും ഷോയാണ്. അമേരിക്ക, ലണ്ടൻ, യൂറോപ്പ്, ദുബായ്, എപ്പോൾ നോക്കിയാലും ഞാൻ എയർപോർട്ടിൽ വെച്ചാൽ പലപ്പോഴും കാണാറ്. ഞാൻ പലപ്പോഴും കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ വള. എയർപോർട്ടിൽ ഞാൻ ചോദിക്കാറുണ്ട്, ഇപ്പോൾ എയർപോർട്ടിൽ വെച്ചിട്ട് മണിക്കൊരു പ്രോബ്ലം ഉണ്ടായില്ലേ, വളയുടെ കസ്റ്റംസിലൊരു വലിയ വിഷയം ഉണ്ടായില്ലേ, അത് പത്രത്തിലൊക്കെ ഒന്ന് വലിയ ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ അതുപോലുള്ള വിഷയമൊന്നും നിനക്ക് സംഭവിക്കാറില്ലേ ഇത് ഈ വളയം കൊണ്ട് നടക്കുമ്പോൾ? മിക്കവാറും ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കസ്റ്റംസുകാർ എന്നെ കാണാറില്ല. അതെന്താ? കാരണം ഞാൻ ഈ സൈഡിൽ കൂടെ താഴെ കൂടെ നടന്നു വരുമ്പോൾ അവർ കാണുന്നില്ല. അവരൊരു ലെവലിലേ നോക്കുള്ളൂ, ഇതിൻ്റെ അടിയിൽ കൂടി പോകണമായിട്ട് അവർ കാണുന്നില്ല. ഇനി അഥവാ കണ്ടാൽ തന്നെ എന്നെ ഈ വളയിലേക്ക് നോക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഈ വള ഊരി എൻ്റെ കൂടെ ചിലപ്പോൾ ഒന്നീ ടിനിറ്റോം ഉണ്ടാവും, അല്ലെങ്കിൽ രമേഷ് പിഷാരുടെയൊക്കെ ഉണ്ടാവും. അവരുടെ കയ്യിൽ കൊടുക്കും, നീ ഇട്ടോളാൻ പറയും. അവരുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ വള ടിനിക്കോ രമേഷിനോ എങ്ങനെ പാകാവും? അവർക്കിത് മോതിരായിട്ടിടാമല്ലോ വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്ത്രീകളാണ് കൂടെ ഉണ്ടെങ്കിൽ ഇവർക്ക് ഇത് ഊരി കൊടുക്കൂലേ? ഇല്ല, കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൊത്തം വിഷയമാവും ചേട്ടാ. എന്താണ് മോതിരം മാറ്റിൽ നടന്നു, വെഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മൊത്തം അടിച്ച് നിലത്തിറങ്ങ ഈ സമയത്ത്. ദിലീപിന്റെ നായികയായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞു. ഒരു വലിയ റോളാണ്. ശരിക്കും പറഞ്ഞാൽ ആ റോള് എന്നെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമ തന്നെ വേറെ ഐറ്റത്തിലേക്ക് മാറിയത് അല്ലേ? അയ്യോ, ട്വിസ്റ്റ് ഉണ്ടാക്കിയത് ഇവനല്ലേ? ഞാനൊന്ന് ഓക്കേ എന്ന് പറഞ്ഞിരുന്ന ഞാൻ ഫുള്ള് നായികയായിരുന്നു. ശരിക്കും അതില് പെട്ടുപോയനെ. അന്ന് ആ സിനിമയില് നമ്മള് ആരാണ് അങ്ങനെ ഒരു രൂപത്തിൽ പെണ്ണായിട്ട് അഭിനയിക്കണേ, അതിനെ പെൺകുട്ടീനെ അന്വേഷിക്കുമ്പോൾ ഞാൻ പറഞ്ഞു പക്രുവാണ് നല്ലത്, പക്രുവിനെ മേശ ഓടിപ്പിച്ചാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇറക്കാന്ന് പറഞ്ഞു. അതിൽ ആ കുഞ്ഞിക്കുള്ളിൽ ഏറ്റവും നല്ലൊരു സീക്വൻസ് ആണ് പക്രുവിൻ്റെ കൂടെ ചെയ്ത കുഞ്ഞു സീൻ എന്ന് പറഞ്ഞാല് എന്തൊരു എനിക്കുണ്ട് സ്വപ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പെർഫോമൻസ് ഉണ്ട്. കുഞ്ഞുക്കുൻ്റെ ക്യാരക്ടർ തന്നെ അത്ഭുതപ്പെട്ടു പോവാണ്. കാരണം അയാളെ വരെ വേണ്ടാന്ന് തീരുമാനിക്കുന്ന ഒരു ഐറ്റം. ആ സിനിമയിലേക്ക് ദിലീപേട്ടനാണ് വിളിക്കുന്നത്. അപ്പോൾ എനിക്കറിയില്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ ഹലോ ദിലീപാടാ, നീ വരണം, നിനക്കൊരു ലൈഫ് തരാൻ പോവാണ്. അല്ല, അങ്ങനെയുള്ള ഒരുപാട് സിനിമകളിൽ ഇപ്പം നമ്മൾ ജോക്കർ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് അതൊരു വല്ലാത്ത സീനൊക്കെ റിസ്ക് എടുക്കുന്നതിൽ ഭയങ്കര ഇതാണ്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന തന്നെ ഭയങ്കര റിസ്ക്കാണ്. ഇവനെ സംബന്ധിച്ചിട്ട് ഒരു 40-50 നിലയുടെ മേളിലപ്പം കയറിയിരിക്കണേ. സത്യം ഇല്ലേ? അല്ല, തമാശ ഭയങ്കര റിസ്ക്കാണ്, ഒന്ന് കൈവച്ചേക്കാം. അപ്പോൾ ജോക്കർ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് അതിൽ തെങ്ങയിൽ നമ്മൾ ഇവനെ കയറ്റി വിട്ടിട്ട് തേങ്ങ പിരിച്ച് ഇടുന്ന സീനുണ്ട്. ആൾ അതിൻ്റെ മേളിൽ കയറാം. അത് തന്നെ അന്ന് 22 അടി പൊക്കത്തിലോട്ടാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവന് അതുമ്പോൾ കിടന്ന് തൂങ്ങി 2 ഷോട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ടെൻഷനായി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഹൈറ്റ് കുറച്ച് വെച്ചിട്ട് അതിൻ്റെ മേളിൽ നിന്ന് ചാടണം. എൻ്റെ ഈ കൈകളിലേക്കാണ് ചാടിയത്. ശരിക്കും വേണമെങ്കിൽ എനിക്ക് അപ്പോൾ കൈ വേണമെങ്കിൽ മാറ്റാമായിരുന്നു. ഒരാളെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ചാടിയത്. ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന കരിക്കായിരിക്കും എന്ന് വിചാരിച്ച് പിടിച്ചത്. ഓർക്കപ്പുറത്ത് വന്നു വീണു. ഞാനും ഉരുണ്ടടിച്ചു വീണു. അത് അങ്ങനെ തന്നെ ഷോട്ടിൽ ഇട്ടുണ്ട്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു വീഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ തന്നെയാണ് പിടിച്ചെടുത്തത് മടിയിലേക്ക്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ലൊക്കേഷനിൽ ഇതുപോലെ ഒരു കുട്ടി ഡാൻസേഴ്സിലൊരു കുട്ടി വന്നിട്ട് ഭയങ്കര സ്നേഹം. ഇവനാണെങ്കിൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെയാണ്. അവരായിട്ട് കൂട്ടായിക്കൊണ്ടിരിക്കുകയാണ് ക്യൂട്ടായിട്ട്. അപ്പോൾ ഇവനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി ഇവനെ എടുത്തുകൊണ്ട് നടക്കുക. അവർക്ക് എവിടെയാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക. കല്യാണത്തിന് മുൻപാണോ കല്യാണത്തിന് ശേഷമാണോ? കല്യാണത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഭാര്യ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആവശ്യമില്ലാതെ അപ്പോൾ എടുത്തൊക്കത്ത് വെച്ചേക്കാണ്. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഇത് എവിടം വരെ ഇത് പോവും. ഇവനും ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിട്ട് പോവുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചൊക്കെ അവിടെ വന്നു, അത് കൊടുക്കുന്നു ഇത് കൊടുക്കുന്നു ഈ പെൺകുട്ടി. കുറെ കഴിഞ്ഞിട്ട് എത്ര ക്ലാസ്സിൽ പഠിച്ചിട്ട് ഇരിക്കേ എന്ന് ചോദിച്ചു. അപ്പോഴും പറഞ്ഞ സ്കൂളാണ്. ഇവൻ പറഞ്ഞ MA-ക്കാന്ന്. ഒരു ഇടലാണ്. അന്നും പിടിച്ചു നമ്മൾ.